ഇസ്ലാമിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ കൂലി ഇസ്ലാം വാങ്ങിച്ചിരിക്കും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇറാനിയൻ വിപ്ലവം. ഇറാനിയൻ വിപ്ലവത്തിൽ അയത്തുള്ള ഖൊമൈനി വരുമ്പോൾ സ്വപ്നം കണ്ടവരാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ. 75,000 കമ്മ്യൂണിസ്റ്റുകളെയാണ് ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് ബാഷ്പീകരിച്ച് കളഞ്ഞത്. സദാം ഹുസൈന് വേണ്ടി ഇവിടെ ഹർത്താൽ നടത്തി. സദാം എന്താ ചെയ്തത്? അവിടുത്തെ സഹാക്കന്മാർക്ക് ഒരുക്കി കൊടുക്കുകയായിരുന്നു. വിസ അടിച്ചു കൊടുത്തു മേളിലോട്ട്. സ്വന്തം കുർദുകളുടെ മേളില് വിഷവാതകം തളിച്ച മാന്യനാണ് സദാം. സദാം മരിച്ചപ്പോൾ ഇറാഖിലെ ആളുകൾ ആഹ്ലാദം കൊണ്ട് ചങ്കുപൊട്ടി മരിക്കുകയായിരുന്നു. പക്ഷേ കോഴിക്കോട്ടെ തെരുവുകൾ തേങ്ങുകയായിരുന്നു. സീ ദ ഡിഫറൻസ്. അവരെങ്ങാണ്ടും അറിഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും അല്ലെ? ഇദ്ദേഹത്തെ ഞങ്ങളാകെ സ്വസ്ഥവും സ്വൈര്യതയായിട്ട് ഇങ്ങനെ നിൽക്കുക കാണാൻ വേറെയോ ഏതോ ഒരു ഗ്രഹത്തിൽ ഒരു കൂട്ടം ആളുകൾ കണ്ണീർ വാർക്കുന്നത്. എന്താ സദാം ഹർത്താൽ നടത്തി ഇവിടെ രാജ്യത്ത്. That's a huge difference. Daylight difference. സദാം എന്ന് വീഴും എന്ന് ഉറപ്പായോ അന്ന് അദ്ദേഹം പുസ്തകം കയ്യിലെടുത്തു. സദാമിനെ ഖുറാനുമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സദാം ഹുസൈൻ മരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ. ചുറ്റും നിന്ന് ആളുകൾ ശപിക്കുകയാണ് അയാള്. ഷിയ ഗാഡ്സ്, നീ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞ് ശപിക്കുകയാണ്. എന്നിട്ട് ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അവർ പുറത്തിട്ട്. അപ്പോഴ് ഈ സുന്നി ഖുറാൻ ആയിരിക്കുമല്ലോ, സുന്നി ഖുറാൻ എല്ലാവരും ഖുറാനേ ഉള്ളെന്ന് അവർ പറയുന്നത്. ആ സാധനം പുള്ളി കൈവച്ചിരിക്കുക. പുള്ളി അതിൻ്റെ ഒരു വലിയ ചാമ്പ്യനായിട്ട് മാറി. ഇവിടെ കേരളത്തിൽ കൂടുതലും സുന്നികളാണ്. ഏതാണ്ട് 1% പോലും കാണത്തില്ല ഷിയാസ്. ഇന്ത്യ മൊത്തം നോക്കിയാൽ ഒരു 10% കാണത്തും. അപ്പോൾ കംപ്ലീറ്റ്ലി കമ്മ്യൂണലിസം ആയിരുന്നു സദാം ഹുസൈൻ അവസാനം. ഈ ബാത്ത് പാർട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പാർട്ടി ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. പക്ഷെ അവർ വന്ന് ഇസ്ലാമിസ്റ്റ് ആയിക്കൊണ്ടേയിരുന്നു. മനസ്സിലായില്ലേ? ഏത് പരാജയപ്പെടുന്നവനും, ഏത് ക്രൈം നടത്തുന്നവനും, ഏത് അഴിമതിക്കാരനും അവസാനം മതത്തിൽ അഭയം പ്രാപിക്കും എന്നുള്ളതാണ്. ഈ കുഞ്ഞാലിക്കുട്ടിയുടെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവസാനം ഒരു കേസ് വന്നപ്പോൾ പ്രവാചകനും ജീവിതത്തിൽ ഒരുപാട് വിഷമതകൾ നേരിടേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്.